പുല്ലും കളയും അമിത വളർച്ചയെത്തി നിൽക്കുന്ന ഈ സ്ഥലം ഞങ്ങളുടെ പ്രൈവറ്റ് ഗാർഡൻ ആണെന്ന് പറഞ്ഞ് വിശ്വസിക്കൂ. വിശ്വസിച്ചേ തരമുള്ളൂ. ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് ഗാർഡൻ തന്നെയാണ്. ഗാർഡൻ നന്നാക്കൽ പദ്ധതിയുടെ ആദ്യ ഭാഗമായിട്ട് ഞങ്ങളൊരു ലോൺ മൂവറാണ് മേടിച്ചത്. BNQവിൽ നല്ല ഓഫറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മന്ത്ലി ബഡ്ജറ്റിൽ നിന്നും ക്യാഷൊക്കെ എടുത്തൊരു ലോൺ മൂവർ മേടിച്ചു. അത്യാവശ്യം അറ്റകുറ്റപ്പണികളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ലോൺ മൂവർ സെറ്റ് ചെയ്ത് നേരെ ഗാർഡനിലേക്ക് ഇറങ്ങി. ചെന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും പണിയായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ പണിയെടുത്ത് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തളർന്നു. വീട്ടിൽ തിരിച്ചു കയറി വന്നപ്പോൾ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഊണാണ് നീതു ഒരുക്കി വെച്ചിരിക്കുന്നത്. മാമ്പഴക്കറിയും അതോടൊപ്പം തന്നെ വൻപയർ തോരനും മീൻ വറുത്തതും തൈരും എല്ലാം കൂടെ കൂടി നല്ലൊരു ഊണൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും പണിക്കിറങ്ങി. പക്ഷേ അന്നത്തെ ഒരു ദിവസം കൊണ്ട് പണി തീർന്നില്ല. കാരണം അത്രയധികം മോശമായിട്ടായിരുന്നു ഞങ്ങളുടെ ഗാർഡൻ കിടന്നിരുന്നത്. പിറ്റേ ദിവസം വീണ്ടും ഒരു 3-4 മണിക്കൂർ കിടന്ന് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന മെനയുള്ളൊരു കോലത്തിലേക്ക് ഗാർഡൻ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കൂടി വർക്കുകളുണ്ട്. കുറച്ച് ചെടികളൊക്കെ പിടിപ്പിക്കാനുണ്ട്. സൈഡൊക്കെ കുറച്ചുകൂടി ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാനുണ്ട്. ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർഡൻ ഒരു കോഫി പ്ലേസും ബാർബിക്യൂ പ്ലേസും ഒക്കെ ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഗാർഡനൊക്കെ ഒരു വിധത്തിൽ ഒരുക്കി വലിയ തിരക്കേടില്ലാത്തൊരു രൂപത്തിലേക്ക് ആക്കിയെടുത്തു. കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ പൂക്കളെല്ലാം അവിടെ നമ്മൾ സംരക്ഷിച്ച് നിർത്തി. ഇനി ഒരു നല്ല ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ബാർബിക്യൂ ചെയ്യാനായിട്ട്. മഴയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല തെളിഞ്ഞൊരു ഈവനിങ്ങിൽ ഞങ്ങൾ ബാർബിക്യൂയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത്തിരി ചിക്കനും ഇത്തിരി പോർക്കും ഒക്കെ ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ്. പോർക്ക് നീത് കഴിക്കില്ല, ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഡിഷിൽ ഈ വെറൈറ്റി. എന്താണെങ്കിലും അന്ന് ഈവനിങ് ഞങ്ങൾ നല്ല രീതിയിൽ ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഒരു സമ്മർ ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ശരിക്കും എൻജോയ് ചെയ്തു.